നിങ്ങളോട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനിവിടേക്ക് വന്നു? എന്റെ കല്യാണം മുടക്കാനാണോ എന്ന് ചോദിച്ച് ശ്രുതി അമ്മയോട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ ബസ്സിൽ വെച്ച് ഒരു പെണ്ണിനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടി രേവതിയാണ്. അങ്ങനെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ രേവതിയുമായി നിങ്ങൾക്ക് എന്താ ബന്ധം? എന്റെ കഥകളൊക്കെ നിങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുത്തോ? അങ്ങനെ ശ്രുതി ചോദിക്കുകയാണ്. ഈ വീട്ടിൽ വെച്ചാണ് നിന്റെ കല്യാണമെന്ന് എനിക്ക് എങ്ങനെ അറിയും കല്യാണി? അവരൊക്കെ നല്ല കുടുംബമാണ്. നിനക്കൊരു മകനുള്ള കാര്യം ഞാൻ അവനോട് പറയട്ടെ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോ, അതിനമ്മ എന്നെ കൊന്നിട്ട് പോണം. എന്റെ ലൈഫ് അമ്മ ഇല്ലാതാക്കരുത്. ഒരിക്കൽ അമ്മ എന്റെ ലൈഫ് ഇല്ലാതാക്കിയതല്ലേ, ഇനി വീണ്ടും അത് ആവർത്തിക്കരുത്. എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും ഇറങ്ങണം. അങ്ങനെ ശ്രുതി ആവശ്യപ്പെടുകയാണ്. ഞാൻ പോയിക്കോളാം, പക്ഷേ രേവതി ഫുഡ് കഴിച്ചിട്ടേ പോകാവൂന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പോയാ അവൾ എന്ത് കരുതും? അങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട്. കണ്ടവളെ പറ്റി നിങ്ങൾ എന്തിനാ ചിന്തിക്കുന്നേ? എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോകാൻ നോക്ക്. അങ്ങനെ ശ്രുതി പറഞ്ഞപ്പോ അമ്മ പോകാൻ തയ്യാറാവുകയാണ്. ശ്രുതി ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ പോലും ശ്രദ്ധിക്കാതെ ശ്രുതിയുടെ അടുത്ത് പോയി ഇരിക്കുകയാണ്. ശ്രുതി, നീയോ ഈ വീട്ടിലെ ഒരു പെണ്ണാണ്. അങ്ങനെ പറഞ്ഞ ചന്ദ്രമതി ശ്രുതിയെയും കൂട്ടി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശേഷം രേവതിയുടെ ഒപ്പം നിന്ന് ശ്രുതിയുടെ ഫോട്ടോ എടുക്കാൻ ചന്ദ്രമതി ആവശ്യപ്പെടുകയാണ്. ശ്രുതി രേവതിക്ക് ചന്ദനം തേച്ചു കൊടുക്കുവാണ്. ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് കൊള്ളാം ഏട്ടത്തി, പക്ഷെ ആ ഇരിക്കുന്നവനുണ്ടല്ലോ, അവനെ ഒന്ന് സൂക്ഷിച്ചോ. ഇവളുടെ കൂടെ കല്യാണം ഫിക്സ് ചെയ്തവനാ. അങ്ങനെ സച്ചി ശ്രുതിയോട് പറയുമ്പോ ചന്ദ്രമതി വന്ന് അത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. മതി സംസാരിച്ചത്, നീ അവന് ചന്ദനം തേച്ചു കൊടുക്കുമോളെ. അങ്ങനെ ചന്ദ്രമതി പറഞ്ഞത് കേട്ട് ശ്രുതി സച്ചിക്ക് ചന്ദനം തൊട്ട് കൊടുക്കുവാണ്. കുറച്ച് സ്ത്രീകൾ സച്ചിയെ നോക്കി ചെറുക്കന്റെ കണ്ണ് നാണം കൊണ്ട് ചുവന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുന്നുണ്ട്. ഒന്ന് പോ ചേച്ചി, അതൊന്നുമല്ല കാര്യം. അങ്ങനെ സച്ചി പറയുമ്പോ, അച്ഛാ സച്ചിയേടന്റെ മുഖത്തേക്ക് നോക്ക്, എന്തൊരു നാണാ എന്നൊക്കെ ശ്രീകാന്തും പറയുന്നുണ്ട്. ഒന്ന് പോവച്ച എന്ന് പറഞ്ഞ് സച്ചി ചിരിക്കുവാണ്. ശ്രുതിയാണെങ്കിൽ തന്റെ അമ്മയും കുഞ്ഞും ഇതുവരെ പോയോ എന്നറിയാതെ ടെൻസ്ഡായി നിൽക്കുവാണ്. അച്ഛമ്മ ചന്ദ്രമതിയോട് താലി പിരിച്ചു കോർക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ചന്ദ്രമതി വന്ന് താലിയെടുത്ത് രേവതിയുടെ കഴുത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതി രേവതിക്ക് താലി പിരിച്ചു കോർക്കുന്നത് കണ്ട് സച്ചിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അവൻ അമ്മയെ കണ്ണെടുക്കാതെ നോക്കുകയാണ്. എടാ, രേവതിക്ക് പൊട്ട് വെച്ച് കൊടുക്ക്. അങ്ങനെ അച്ഛമ്മ പറഞ്ഞത് കേട്ട് സച്ചി പൊട്ടെടുത്ത് അവളുടെ താലിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം രേവതിയുടെ താലി പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് സച്ചി. അത് കണ്ട് എല്ലാവരും സച്ചിയെ നോക്കി കളിയാക്കി ചിരിക്കുവാണ്. ശ്രുതിയുടെ അമ്മ വന്ന്, മോളെ ഞാൻ ഇറങ്ങുവാ, ബസ്സിന് ടൈമായി എന്ന് രേവതിയോട് പറയുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും ഉറക്കം എഴുന്നേറ്റ് എന്റെ മുത്തശ്ശിയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ കുട്ടി അവിടേക്ക് എത്തുന്നുണ്ട്. കുട്ടി വരുന്നത് കണ്ട് ശ്രുതി ആകെ പേടിച്ചു നിൽക്കുകയാണ്. ശ്രുതി അവിടെ കണ്ട കുട്ടി ആന്റി എന്ന് എല്ലാവരും കേൾക്കെ വിളിക്കുന്നുണ്ട്. അത് കേട്ട് ചന്ദ്രമതിയും ശ്രുതിയൊക്കെ ആകെ ഞെട്ടി നിൽക്കുവാണ്. ആന്റി, ആന്റി എപ്പോ വന്നു? അങ്ങനെ ആ കുട്ടി ശ്രുതിയോട് ചോദിച്ചപ്പോ ഒന്നും മിണ്ടാനാവാതെ നിൽക്കുകയാണ് ശ്രുതി. ആ സമയം സച്ചിയും രേവതിയും ആകെ ഞെട്ടി എഴുന്നേറ്റ് വരുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ആരാ ഈ കുട്ടി എന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. ഇല്ല ശ്രുതി, എനിക്കറിയില്ല ഈ കുട്ടി ആരാന്ന് എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ശ്രുതി. നീ എന്താടാ അവളെ പോയി ആന്റി എന്ന് വിളിച്ചത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ആ കുട്ടിയുടെ നേരെ വരികയാണ്.